ദർ ആർ 2 ടൈപ്സ് ഓഫ് പീപ്പിൾ. ചില ആൾക്കാർ അവർ മേടിക്കാൻ ആലോചിക്കും, എന്നാ മേടിക്കാല്ലേ എനിക്കത് പറ്റില്ല കേട്ടോ. ഞാൻ ഇരുന്നിട്ട് കുത്തി മേടിച്ചിട്ടിരുന്ന് വിഷമിക്കും ആണ്. ഞാൻ ഇക്കൊച്ചിയിട്ട് ജോയിൻ ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ തന്നെ they were India's first ഫുഡ് ഗ്രൂപ്പ് ടു ബി ഡയറക്ട്ലി ഫണ്ടഡ് ബൈ ഫേസ്ബുക്ക്. ഇക്കൊച്ചി ആസ് എ പേജ് അവർ തുടങ്ങിയത് 2015 അപ്പം ഇത് വീഡിയോ ഫോർമാറ്റിൽ വരുന്നതിന് മുന്നേ ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ്, ഫേസ്ബുക്ക് കൂട്ടായ്മയായിരുന്നു. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അല്ല ജോലിയായിട്ടൊന്നും ചെയ്യുന്നില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് അറിഞ്ഞൂടെ ഇതിന് പിന്നിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് എന്ത് മാത്രമാണ്. എൻ്റെ നമ്മളൊരു 2 ബ്രാൻഡ് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ അപ്പം തന്നെ ആൾക്കാർ ഇവൻ ഫുൾ ആഡാട്ടോ, ഇവനും മറ്റേ ആഡിന്റെ അസുഖമുള്ള ആളാണ്, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ അപ്പം ഒരുപാട് പേരുണ്ട്. ആൾക്കാർ ഇപ്പോഴും ചോദിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾക്ക് എളുപ്പമല്ലേ, നിങ്ങൾക്ക് പോയി കഴിച്ചിട്ട് പൈസ കൊടുക്കണ്ടല്ലോ. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ എവിടെ പോയാലും വി മേക്ക് ഷുവർ നമ്മൾ ഫ്രീ കോണ്ടന്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതാണെങ്കിൽ ആ ബ്രാൻഡായിട്ട് നമുക്ക് പേ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെ പോയാലും വി മേക്ക് ഷുവർ വി പേ ദം. നമ്മുടെ കണ്ടന്റ്സ് പെർഫോം ചെയ്യില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര നാളായി വീഡിയോ ഇടുന്നു, ഒന്നും പെർഫോം ചെയ്യുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കാനാണെങ്കിൽ ഇത് പെർഫോം ചെയ്യില്ല, ഇത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. കാരണം നമ്മുടെ മനസ്സിൽ അത് മാത്രമേ കയറാൻ പോകുന്നുള്ളൂ. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഫെയിലിയർ ആണ്. കയറി കഴിഞ്ഞിട്ട് നോക്ക് ആ ക്രിയേറ്റർ എന്തോരം പൈസ ഉണ്ടാക്കുക, എനിക്ക് പൈസ ഒന്നും വരുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ആവില്ല. മോസ്റ്റ് ഡ്രാമാറ്റിക് തിങ് ദാറ്റ് യു ഡിഡ് ഫോർ എ റീൽ? ഞാൻ അമ്മയുടെ ചുരിദാർ ഇട്ടുകൊണ്ട് മൈജിയിലോട്ട് കയറി ചെന്നത്. അന്ന് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഫുൾ ഓഫ് ചെയ്യണം. ഞാൻ ധൈര്യം ഫുൾ സംഭരിച്ച് അമ്മ ക്യാരക്ടർ ഇട്ട് മൈജിയിൽ ചെന്നു. മൈജിയിൽ ഫുൾ ആൾക്കാരായിരുന്നു, അവിടുത്തെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർ നോക്കുമ്പോൾ താടിയും മുടിയും ഉള്ളൊരു ചെക്കൻ ചുരിദാർ ഇട്ട് അവിടെ കറങ്ങി കിടക്കുക. അപ്പൊ ആലോചിച്ച് നോക്കിയ ആൾക്കാരുടെ ഒരു സംഭവം ആലോചിച്ച് നോക്കിയ ദാറ്റ് ഫോർ മീ വാസ് വെരി ഡ്രാമാറ്റിക്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ മാത്രമല്ല, കൊച്ചിക്കാരെ ഒരുപോലെ ചിരിപ്പിക്കുകയും കൊതിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഈറ്റ് കൊച്ചിയുടെയും ഓ കൊച്ചിയുടെയും കോണ്ടന്റ് ഹെഡും അതുപോലെ സ്വന്തമായി ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെ ആളുകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഗോകുലാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഗോകുൽ, വെൽക്കം ടു കാര്യം സാമ്പത്തികമാണ് വിത്ത് അനുശ്രീദാസ്. താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ ഇറ്റ്സ് എ റിയലി നൈസ് കോൺസെപ്റ്റ് ദാറ്റ് യു ആർ ഡൂയിങ് ദിസ്. ഇങ്ങനത്തെ ഒരു സംഭവമാണ് പോഡ്കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നോർമൽ പോഡ്കാസ്റ്റ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അനുസരി അപ്പോഴേ പറഞ്ഞു അങ്ങനെയല്ല, നമ്മളിങ്ങനെ കുറച്ച് ഫിനാൻഷ്യൽ സാധനം കൊണ്ടുവന്നുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ കേട്ടപ്പോഴത്തേക്ക് ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ് ആൻഡ് എന്താ പറയുക, ഹാറ്റ്സ് ഓഫ് ടു യു ഫോർ ബ്രിങ്ങിങ് ദിസ് തിങ്. കാരണം ഐ ഡോണ്ട് തിങ്ക് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വേറെ ഉണ്ടെന്ന് ആൻഡ് ഇങ്ങനത്തെ ഒരു ചാനൽ വേറെ ഉണ്ടെന്ന്. സോ റിയലി എക്സൈറ്റഡ് ടു ബി ഹിയർ. താങ്ക് യു സോ മച്ച്. എങ്ങനെയായിരുന്നു ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്? ആദ്യം ഒരു ക്ലബ് FM-ൽ RJ ആയിരുന്നു, പിന്നെ സൂര്യയിൽ VJ ആയിരുന്നു. അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് എങ്ങനെയാണ് വന്നത്? ഞാൻ ആക്ച്വലി ഞാൻ RJ ആയിരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇറ്റ് വാസ് മാൻഡേറ്ററി നമുക്കൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് വേണം, പബ്ലിക് അക്കൗണ്ട് വേണം. സോ ദാറ്റ് ഇപ്പം റേഡിയോയിലൊക്കെ ആൾക്കാർ നമ്മളെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പം ഒബ്വിയസ്ലി അവർക്ക് നമ്മുടെ ഫേസ് കാണാനും അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാമ്പയിൻസ് പ്രൊമോട്ട് ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഫോർ ഷുവർ നമുക്കൊരു പബ്ലിക് അക്കൗണ്ട് വേണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അതിന് മുന്നേ എനിക്ക് അത്ര സോഷ്യൽ മീഡിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളൊന്നും ആയിരുന്നില്ല ഞാൻ. അപ്പം ഞാനങ്ങനെ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട്, ആ അക്കൗണ്ടിൽ ഞാൻ ഇടുന്ന ബേസിക്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോയിൽ പോകുന്ന കുറച്ച് അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. ലേറ്റർ ഓൺ ഒരു ഫേസ് വന്നപ്പോഴത്തേക്ക് എനിഹൗ നമ്മൾ ഡെയിലി റേഡിയോന് വേണ്ടി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാൻ പ്രൊഡ്യൂസറും കൂടെ ആയിരുന്നു. അപ്പോൾ റേഡിയോയിൽ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. TV-യിലും അത് തന്നെ നമ്മൾ കണ്ടന്റ് ഒരു ഷോന് വേണ്ടി കൊടുക്കുന്ന ആൾക്കാരാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഞാൻ പ്രൊഡ്യൂസറും കൂടെ ആയിരുന്നു. അപ്പോൾ പ്രൊഡ്യൂസർ ആയിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ഡെയിലി നമ്മൾ ഒരുപാട് കോണ്ടന്റ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ആ കോണ്ടന്റൊക്കെ ഒരു ഫണ്ണിലും ഒരു റിലേറ്റബിൾ രീതിയിലും കൂടെ വീഡിയോ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് വെറുതെ കളയണ്ടല്ലോ, നമുക്കത് ഷൂട്ട് ചെയ്യാം എന്ന് ആലോചിച്ചാണ് ഞാൻ ആക്ച്വലി തുടങ്ങിയത്. അപ്പോൾ ആ തുടങ്ങിയ സമയത്തൊന്നും എനിക്കിത് എന്താ പറയുക, ഇത് കയറിയിട്ട് അല്ലെങ്കിൽ 2-3 കുറച്ച് വീഡിയോസ് വൈറലാവും, ആൾക്കാർ ഇത് ആക്സെപ്റ്റ് ചെയ്യും, ആൾക്കാർ എൻ്റെ കൂടെ തന്നെ റിലേറ്റ് ചെയ്യും, ഇത്രയും പേര് എന്നൊന്നും ഞാൻ ആലോചിച്ചതേ ഇല്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് നല്ല നല്ല കോൺസെപ്റ്റ്സ് വിച്ച് ആർ നോട്ട് ആക്സെപ്റ്റഡ് ബൈ ദ ബിഗർ ടീം, അത് വെറുതെ വേസ്റ്റായിട്ട് പോകണ്ട, അതിനെ ഷൂട്ട് ചെയ്ത് ഞാൻ തന്നെ എൻ്റെ സ്വന്തം പേജിലിടാം എന്നുള്ള രീതിയിലാണ് ഞാനിത് തുടങ്ങിയത്. ആൻഡ് സംഹൗ സംവെയർ ആൾക്കാർക്കും റിലേറ്റബിൾ ആയിട്ട് തോന്നി ആൻഡ് ഇറ്റ് വെന്റ് ഓൺ. അങ്ങനെയാണ് ഇത് തുടങ്ങിയത് തന്നെ. ഞാൻ ആദ്യം അപ്പോൾ ഗോകുലിൻ്റെ പേജാണോ ഇൻസ്റ്റ പേജാണോ ആദ്യം വന്നത്? ഇത് റീൽസ് സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഈ കൊച്ചിയിൽ വരുന്നതിന് മുന്നേ തന്നെ ഗോകുലിൻ്റെ പേജ് ഉണ്ട്? യെസ് ഞാൻ എൻ്റെ പേജ് ആക്ച്വലി 2020 തൊട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈറ്റ് കൊച്ചിയിട്ട് ആ സമയത്തൊക്കെ ഞാൻ മാതൃഭൂമിക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈറ്റ് കൊച്ചിയിട്ട് ആസ് എ പേജ് അവർ തുടങ്ങിയത് 2015-ലാണ്. ഞാൻ ജോയിൻ ചെയ്തിട്ട് തന്നെ ഇപ്പോൾ ഒരു 3.5 years ആവുന്നേ ഉള്ളൂ. അതിന് മുന്നേ തന്നെ കാർത്തിക് ഇസ് ദ ഫൗണ്ടർ ആൻഡ് വിന്യാസ് ഇസ് ദ കോ ഫൗണ്ടർ. അവർ രണ്ടുപേരാണ് ചേർന്ന് തുടങ്ങിയത് തന്നെ. അപ്പോൾ ദേ ഹാവ് ബീൻ ഡൂയിങ് ദിസ് ലോങ് ബാക്ക്. അപ്പം ഇത് വീഡിയോ ഫോർമാറ്റിൽ വരുന്നതിന് മുന്നേ
ഫേസ്ബുക്കിൽ ഒരു എന്താ പറയുക, ഇറ്റ് വാസ് എ ഗ്രൂപ്പ്. ആൾക്കാർക്ക് പോസ്റ്റുകൾ ഇടാം, ഫോട്ടോസ് ഇടാം, അതിൻ്റെ താഴെ പീപ്പിൾ വിൽ പുട്ട് ഡിസ്ക്രിപ്ഷൻസ്, ഇന്ന സ്ഥലത്ത് ഇന്നൊരു സാധനമുണ്ട്. അപ്പോൾ അത് വായിച്ച് അവിടെ പോയി, അങ്ങനത്തെ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയായിരുന്നു. ദാറ്റ് ഈസ് ദ വേർഡ്. അങ്ങനെയാണ് അവർ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ആൻഡ് ഫേസ്ബുക്കിൽ വീഡിയോസ് ഇട്ട് തുടങ്ങി. ആൻഡ് ദെൻ റീൽസ് വന്നപ്പോഴത്തേക്ക് റീൽസ് ഇട്ട് തുടങ്ങി. അവർ വേ ബാക്ക് ദേ ഗോ ലൈക്ക് പഴയ ഗ്രൂപ്പാണ്. പക്ഷേ ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഐ ഹാഡ് ഓൾറെഡി മൈ പേജ് വാസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്, കുറച്ച് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഇക്കോച്ചിയിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ഒരു സ്റ്റേജ് നോക്കുകയാണെങ്കിൽ ഞാൻ ഇക്കോച്ചിയിട്ട് ജോയിൻ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ തന്നെ, ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ദേവർ ഇന്ത്യാസ് ഫസ്റ്റ് ഫുഡ് ഗ്രൂപ്പ് ടു ബി ഡയറക്ട്ലി ഫണ്ടഡ് ബൈ ഫേസ്ബുക്ക്. അവർ അങ്ങനത്തെ ഒരു ഗ്രൂപ്പും കൂടെ ആയിരുന്നു. അപ്പം ഐ ഫെൽറ്റ് അങ്ങനത്തെ ഒരു ടീമിനെ ജോയിൻ ചെയ്യാനാണെങ്കിൽ, കാരണം എൻ്റെ മനസ്സിൽ റേഡിയോ എന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ടി വിയിൽ കയറണം എന്നുണ്ടായിരുന്നു. ടി വിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോം ജോയിൻ ചെയ്യണം എന്നുണ്ടായിരുന്നു, ടു നോ ഹൗ റേഡിയോ വർക്ക്സ് എന്നുള്ള കാര്യം ഇപ്പോഴും ആർക്കും അറിഞ്ഞുകൂടാ, ടി വിയുടെ പിന്നിൽ എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഐ ഓൾസോ വാണ്ടഡ് ടു നോ എന്തായിരിക്കും OTTയിലൊക്കെ നടക്കുന്നത് എന്നറിയാൻ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. സോ അത് ആലോചിച്ചിരുന്ന സമയത്താണ് കാർത്തിക് ആസ്മി ഇങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ ടീമിനെ. അപ്പം ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു ടീമിനെ ജോയിൻ ചെയ്യാൻ കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആയിരിക്കും. കാരണം ഇപ്പം ദേ ആർ വർക്കിംഗ്, അവർ ബിൽഡിംഗ് ആണ്, ടുഗെദർ എല്ലാം തുടങ്ങാം. ആൻഡ് ദെൻ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ദേ വർക്കിംഗ് ഫോർ എ നെറ്റ്ഫ്ലിക്സ് പ്രോജക്റ്റ് ഓൾസോ, അത് നമുക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് എക്സൈറ്റിംഗ് സാധനങ്ങൾ വേർ റണ്ണിങ്. അപ്പം എനിക്ക് തോന്നി എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഞാൻ ഇക്കോച്ചിയിട്ട് ജോയിൻ ചെയ്തത്. നമുക്ക് പുറമേ നോക്കുമ്പോഴേ എപ്പോഴും ഭയങ്കര ഒരു ചാമിങ് അല്ലേ ഈ ഒരു ഫീൽഡ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പൊ ഇസ് ഇറ്റ് ഓൾവേസ് ചാമിങ് ഓർ വാട്ട് ലൈക്ക് ചാലഞ്ചസ് കുറെ വാട്ട് ഓൾ ചാലഞ്ചസ് യു ഹാവ്? എന്റെ പേജ് ആണോ ഓർ ഡു യു ആർ ലൈക്ക് ബോത്ത്, ലൈക്ക് ഒരു കളക്റ്റീവ്ലി വാട്ട് യു ഫീൽ? ഇഫ് യു ആസ്ക് മീ, ചാമിങ് എന്നുള്ള സാധനം ഐ വുഡ് സേ 35% മാത്രമേ ചാം ഉള്ളൂ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇതിന് ഒരു പേജ് ടു റൺ സക്സസ്ഫുള്ളി ആൻഡ് ടു ഒരു ആൾക്കാർ പറയുന്ന കുറ്റപ്പറച്ചിൽ, ചീത്തവിളി, അതിൽ നിന്ന് അടുക്കുന്നൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ സ്കിപ്പായി പോകാനുള്ള ചാൻസുകൾ, പിന്നെ നമ്മൾ പാളിപ്പോകാനുള്ള ചാൻസുകൾ, അങ്ങനെ അതാണ് ഈ ബാക്കി സോ കോൾ 65% എന്ന് ഞാൻ പറയും. ചാമിങ് ഈസ് ജസ്റ്റ് 35%. ഇതിൻ്റെ കൂടെ വരുന്ന ഒരു പേർക്കായിട്ട് മാത്രം കണ്ടാൽ മതി എന്നാണ് ഞാൻ പറയുക. ബാക്കി ചാലഞ്ചസ് ആണ് കൂടുതൽ. ഇപ്പം ലെറ്റ് ഇറ്റ് ബി ഇക്കോച്ചി, ലെറ്റ് ഇറ്റ് ബി മൈ പേജ്, ഏതാണെങ്കിലും, അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണെങ്കിലും, ഇപ്പം നമ്മളെ പുറത്തൊക്കെ വെച്ച് കാണുന്ന, ഇപ്പം നമ്മുടെ ഈ ചെയ്യുന്ന ജോലിയെ പറ്റി അത്ര അറിഞ്ഞൂടാത്ത ആൾക്കാർ ഇപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഞാൻ ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അല്ല ജോലിയായിട്ടൊന്നും ചെയ്യുന്നില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ഇപ്പം അവർക്ക് അറിഞ്ഞുകൂടാ ഇതിന് പിന്നിൽ നമ്മളെടുക്കുന്ന എഫേർട്ട് എന്ത് മാത്രമാണ്. ഇപ്പം നോർമലി ഒരു ക്രിയേറ്റർ, ഒരു ഡാൻസ് ക്രിയേറ്റർ ഉണ്ടെങ്കിൽ പറയുന്നത് അവർക്കിപ്പോൾ എന്താ ഒരു ഡാൻസ് കളിച്ചും കിട്ടാൻ പോരുന്നത്. അപ്പം അവർ മനസ്സിലാക്കുന്നില്ല അതിന് പിന്നിൽ അവരെടുക്കുന്ന വി കാൻ ഡാൻസ്, ഒരു സ്റ്റെപ്പ് ഇട്ടിട്ട് ഒരു ചുമ്മാ ഒരു പാട്ടിന് ഡാൻസ് കളിക്കാൻ വിചാരിച്ചാൽ നമ്മൾക്കും ഡാൻസ് കളിക്കാൻ പറ്റില്ല. ദേ ബിൻ ഡൂയിങ് ഇറ്റ്, അവർ കൺസിസ്റ്റൻ്റ് ആണ്, അതുകൊണ്ടാണ് അവർക്ക് ഗ്രോത്ത് ഒക്കെ ഉള്ളത്. സോ എവറി ക്രിയേറ്റർ ഔട്ട് ദെയർ, ആരാണെങ്കിലും എന്താണെങ്കിലും വാട്ട് എവർ ദേ ഡൂയിങ്, അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാലണ്ടർ ഉണ്ടാക്കി, ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കി അത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് ഫോർ മീ, മൈ പേഴ്സണൽ ചാലഞ്ചസ്, ഞാൻ ഇപ്പോൾ ഇടുന്നൊരു വീഡിയോ കുറേ വീഡിയോകൾ പെർഫോം ചെയ്ത് പോകുമ്പോൾ അടുത്തൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആം ഐ ആസ് ഗുഡ് ആസ് മൈ ഓൾഡ് വീഡിയോസ് എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. സെൽഫ് ഡൗട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ആൻഡ് ദെൻ നമ്മളൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കുറച്ച് പേര് അതിന് പറയാണ്ട് ഇത് പഴയതുപോലെയൊന്നും ഇല്ല കേട്ടോ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് തോന്നുമ്പോൾ ഇത് ശരിയായില്ലേ എന്നുള്ള സാധനമുണ്ട്. ആൻഡ് ദെൻ നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടൻറ്റ് എങ്ങനെ എഴുതും, ഇത് എഴുതി ഫലിപ്പിക്കാൻ പറ്റുമോ, ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുമോ, അങ്ങനത്തെ ചാലഞ്ചസ് ആണ് കൂടുതലും എന്നെ സംബന്ധിച്ച്. ആൻഡ് പുതിയൊരു ബ്രാൻഡ് റീച്ച് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് അവിടെ കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് അവർക്ക് ഇഷ്ടപ്പെടുമോ, ആർ ദേ ഹാപ്പി ഓർ ആർ ദ ഓഡിയൻസ് ഹാപ്പി. ആൻഡ് ദെൻ നമ്മളൊരു 2 ബ്രാൻഡ് ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ അപ്പം തന്നെ ആൾക്കാർ ഇവൻ ഫുൾ ആഡാട്ടോ, ഇവന് മറ്റേ ആഡിൻ്റെ അസുഖമുള്ള ആളാണ്, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ അപ്പം ഒരുപാട് പേരുണ്ട്. ഞാൻ പറയേണ്ട ഹ്യൂജ് ടൺ ഓഫ് മെസ്സേജസ്, DMs വി ഗെറ്റ്. അവിടെ തെറിവിളി, ബഹളം എന്തോരം ഉണ്ടെന്നറിയോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം. ഒരു ദിവസം ഐ ഗോട്ട് എ DM, ഒരു പയ്യൻ എൻ്റെ ഒരു റീല് എനിക്ക് തന്നെ അയച്ചു തന്നിട്ട് പച്ചത്തെറി, ലൈക്ക് എല്ലാം അക്ഷരമാലയിലുള്ള എല്ലാ അക്ഷരങ്ങളും വെച്ചിട്ട് ഓരോരോ തെറികൾ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് കണ്ടിട്ട് ഞാൻ എന്താണ് പ്രശ്നം എന്നറിയാതെ ഞാൻ കയറി റിപ്ലൈ കൊടുത്തു. ഞാൻ ചോദിച്ചു ബ്രോ എന്താ പ്രശ്നം, ഇത് കണ്ടിട്ട് എന്തിന് പ്രശ്നം തോന്നി. അപ്പോൾ ഹീസ് ലൈക്ക് അല്ല ബ്രോ, ഞാൻ റിപ്ലൈ കിട്ടാൻ വേണ്ടി മെസ്സേജ് അയച്ചതാണ്. ഇതാണ് പുള്ളിയുടെ അവിടെ നിന്ന് വന്ന റിപ്ലൈ. ദ വൺ തിങ് വി ക്യാൻ ഡു ഇസ്
ഇഗ്നോർ ഇറ്റ്. ഞാൻ ഇഗ്നോർ ചെയ്യാൻ ഞാനിപ്പോൾ ആസ് ഓഫ് നൗ ഞാൻ പഠിച്ചു. അപ്പോൾ ഗോകുലിൻ്റെ ലൈക്ക് പേഴ്സണൽ കാര്യങ്ങളൊന്നും അധികം നമ്മുടെ പേജിൽ വരാറില്ല. ഇല്ല. അപ്പോൾ ഗോകുൽ എവിടെ പഠിച്ചതും വളർന്നതും ഒക്കെ? എൻ്റെ സ്കൂളിങ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇനിഷ്യൽ സ്കൂളിംഗ് ഒക്കെ പുറത്ത് ഞാൻ ജമ്മുവിലും ഡൽഹിയിലായിട്ടാണ് ഇനിഷ്യൽ സ്കൂളിംഗ് ഒക്കെ ചെയ്തത്. അച്ഛൻ ഹി വാസ് വർക്കിംഗ് വിത്ത് CRPF. അപ്പം അച്ഛൻ മിലിറ്ററിയിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്താണ്. പിന്നെ ഞാൻ കേരളത്തിലേക്ക് വന്നു. അമ്മ ടീച്ചറാണ്. എൻ്റെ അമ്മ ആക്ച്വലി ടീച്ചറാണ്. അപ്പോൾ എൻ്റെ ടീച്ചർ ക്യാരക്ടർ കാണുന്ന ഒരുപാട് പേര് ചോദിക്കും, കുടുംബത്തിൽ ആരെങ്കിലും ടീച്ചറുണ്ടോ? അപ്പോൾ ഞാൻ പറയും അമ്മ ടീച്ചറാണ്. അപ്പോൾ അമ്മ ആക്ച്വലി ടീച്ചറാണ്. എൻ്റെ സ്കൂളിംഗ് ഒക്കെ ട്രിവാൻഡ്രത്തായിരുന്നു. ഞാൻ KVയിലാണ് പഠിച്ചത്. ആൻഡ് ലേറ്റർ ഓൺ ഞാൻ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ ചെയ്തത്. അതും വെഞ്ഞാറമൂട് മുസ്ലിം അസോസിയേഷൻ മെയ്സിലാണ് ഞാൻ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തത്. വീട്ടിലെങ്ങനെയായിരുന്നു? അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ അതോ അച്ഛനാണോ സ്ട്രിക്റ്റ്? വീട്ടിൽ അമ്മയാണ് കൂടുതൽ. അമ്മ ടീച്ചറും കൂടെ ആയിരുന്നു. അപ്പോൾ അമ്മ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. അച്ഛൻ വാസ് എവേ മോസ്റ്റ് ഓഫ് ദ ടൈംസ്. കാരണം അച്ഛൻ മിലിറ്ററിയിലായതുകൊണ്ട് ഹി വാസ് എവേ മോസ്റ്റ് ഓഫ് ദ ടൈംസ്. അമ്മയാണ് എല്ലാം വളർത്തിയതും കാര്യങ്ങളൊക്കെ. ആൻഡ് ദെൻ അമ്മയുടെ ടീച്ചറിൻ്റെ സ്ട്രിക്ട്നെസ് വാസ് ഓൾവേസ് ദെയർ. പൈസയുടെ കാര്യത്തിലൊക്കെ എങ്ങനെയായിരുന്നു? അമ്മ സ്ട്രിക്റ്റ് ആയിരുന്നോ? കറക്റ്റ് പൈസ തരുവുള്ളൂ? എങ്ങനെയായിരുന്നു? ഐ ഫീൽ അങ്ങനെ ഒരുപാട് സ്ട്രിക്റ്റ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ചോദിക്കുമ്പോഴത്തേക്ക് ഇത് എടുത്തോ എന്നുള്ള സാധനമല്ല. ഒരു 100,000 ചോദ്യങ്ങൾ വരും. ഇത് എന്തിനാണ്, എങ്ങനെയാണ്, എങ്ങനെയൊക്കെ എന്നുള്ള ചോദ്യങ്ങൾ 100,000 വരും. പക്ഷേ ഐ ബിലീവ് ഷീ യൂസ് ടു ഗിവ് മണി. ലൈക്ക് ആസ് ഇൻ അത്യാവശ്യം ഞാൻ ഒന്ന് ഹാപ്പി ആയിട്ട് നിൽക്കാനുള്ള പൈസ ആ സമയത്ത് കിട്ടുമായിരുന്നു. ബട്ട് നോട്ട് പോക്കറ്റ് മണി സാധനമൊന്നുമില്ല. നമ്മൾ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പൈസ തരും. ലൈക്ക് ആസ് എന്തെങ്കിലും മേടിക്കാനാണെങ്കിൽ അങ്ങനെ തരുമായിരുന്നു. ആൻഡ് ദെൻ ഐ ബിലീവ് ഒരു 8ാം ക്ലാസ് വരെ ഒക്കെ 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെയൊക്കെ ബർത്ത്ഡേ ആകുമ്പോഴോ ഓണമൊക്കെ ആകുമ്പോൾ സമയത്ത് അമ്മ കൊണ്ടുപോയാണ് ഡ്രസ്സ് മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് ശേഷം പിന്നെ ഷീ യൂസ് ടു ഗിവ് മീ മണി ഫോർ ഡ്രസ്. ഷീസ് ലൈക്ക് നീ പോയി മേടിച്ചോ, നിനക്ക് ഇഷ്ടമുള്ളത്, ഫ്രണ്ട്സിനോട് പോകുന്നുണ്ടെങ്കിൽ നീ പൊക്കോ, അങ്ങനെ പോയി മേടിച്ചോ എന്നുള്ള സാധനം തരുമായിരുന്നു. വിച്ച് ഐ തിങ്ക് മെയ്ഡ് മീ വെരി ഹാപ്പി. ലൈക്ക് ഓക്കെ, അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ഒരു പവർ തോന്നിയതുപോലെ വന്നു. ആ ടൈമിലാണോ പൈസ ഹാൻഡിൽ ചെയ്ത് തുടങ്ങിയത്? യെസ്, ആ സമയത്താണ് ഞാൻ പൈസ ഹാൻഡിൽ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓബ്വിയസ് കാര്യങ്ങൾ മിക്ക എല്ലാ പയ്യന്മാരും ചെയ്യുന്നത് പോലെ പൈസ കുറച്ച് കിട്ടുമ്പോഴത്തേക്ക് 1,500 രൂപ തരാണെങ്കിൽ 1000 രൂപയ്ക്ക് ഷർട്ട് വാങ്ങും, 500 രൂപ കയ്യിൽ വെക്കും. അതായിരുന്നു മെയിൻ ആയിട്ടുള്ള പരിപാടി. അപ്പം വിച്ച് ഗേവ് മീ ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ്സ് ദ വേർഡ്. എപ്പോഴാണ് എന്തെങ്കിലും ഇങ്ങനെ പൈസ കൂട്ടി വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചൊരു സാധനം ഓർമ്മയുണ്ടോ? ഉണ്ട്. ഞാൻ ഒരു G-Shockൻ്റെ ഒരു വാച്ച് പണ്ടത്തെ എൻ്റെ, അങ്ങനെ ഞാനിങ്ങനെ ഒരുപാട് പൈസ കൂട്ടി വെച്ച് ആ വാച്ച് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 6,000 രൂപ എന്തോ ആയിരുന്നു അതിന്. ഞാൻ ഒരുപാട് കാലം ഇതുപോലെ കിട്ടുന്ന പൈസ കൂട്ടി വെച്ച്, പിന്നെ കോളേജിൽ സപ്ലിയുടെ ഫീസൊക്കെ അടയ്ക്കാണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരുപാട് പൈസകളൊക്കെ മാറ്റി വെച്ച് ഞാൻ മേടിച്ചൊരു G-Shockൻ്റെ ഒരു വാച്ച് ആദ്യമായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു. പണ്ട് കാലത്ത് നമ്മളിപ്പോൾ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പൈസ കിട്ടുമ്പോൾ അവരിങ്ങനെ എടുത്തു വെക്കും, എവിടെയെങ്കിലും എടുത്തു വെക്കും. പക്ഷെ അന്ന് അവർ അതെങ്ങനെ ഗ്രോ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല അല്ലേ? അവരെടുത്ത് വെക്കുമായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ മിച്ചം പിടിച്ച് എടുത്തു വെക്കും. പക്ഷേ ഗോകുലിന് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇതെങ്ങനെ നമുക്ക് ഗ്രോ ചെയ്യിക്കാൻ പറ്റും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് തോന്നി. പക്ഷേ തോന്നിയിട്ട് വളരെ റീസെൻ്റ് ആയിട്ടേ ഉള്ളൂ. അതായത് ഐ വുഡ് സേ ഒരു 2-3 ഇയേഴ്സ് ആയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് എനിക്ക് തോന്നി തുടങ്ങിയത് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ ഇറ്റ് ക്യാൻ ഗ്രോ എന്നുള്ള സാധനം എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ അതല്ലാതെ ഇപ്പോൾ എൻ്റെ ഫാമിലി എടുക്കുകയാണെങ്കിൽ എൻ്റെ ഫാമിലിയിൽ എവ്രിബഡി ഇസ് ഫ്രം എ ഗവൺമെൻറ് ജോബ്. എല്ലാവരും ഗവൺമെൻറ് ജോബ് ചെയ്ത് പക്ക ഒരു പാറ്റേൺ സെറ്റ് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വരും അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല. എല്ലാവർക്കും സാലറി വരുന്നുണ്ട്. ഒന്നെങ്കിൽ ദ മാക്സിമം ഗ്രോത്ത് വരാൻ പോണ FD ആണ്. FD ഇട്ട് കഴിഞ്ഞ് അങ്ങനെ പോകുന്ന ആൾക്കാരാണ്. പക്ഷേ നൗ ദാറ്റ് ഐ എം സറൗണ്ടഡ് വിത്ത് പീപ്പിൾ ഹു ഹാവ് ദ നോളജ് അബൌട്ട് ഇങ്ങനത്തെ ഗ്രോത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഐ എം ലൈക്ക് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ കാര്യങ്ങൾ, SIPയുടെ കാര്യങ്ങൾ, ആൻഡ് സ്റ്റോക്കിലിടുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുമ്പോഴത്തേക്ക് ഐ എം ലൈക്ക് ഈ പൈസയൊക്കെ ആൾറെഡി ഉണ്ടാക്കുന്നത് അത് ഗ്രോ ചെയ്യാൻ ഇത്രയും പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞു തുടങ്ങിയത് റീസെൻ്റ്ലിയാണ്. ആൻഡ് ദെൻ ഇപ്പോൾ ഞാൻ IPO എന്നുള്ള സാധനം ഇങ്ങനെ വരുന്നുണ്ട്, നമുക്കത് മേടിക്കാൻ പറ്റും, അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ പറ്റും, അതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് റീസെൻ്റ്ലി ആയതേ ഉള്ളൂ. ആൻഡ് ഞാൻ കുറച്ച് IPOs മേടിച്ചിരുന്നു. എന്നിട്ട് ഞാൻ അത് വെച്ച് കുറച്ച് റീസെൻ്റ്ലി എമൗണ്ട് ഉണ്ടാക്കി. ആൻഡ് ഐ ഡോണ്ട് നോ ഫോർ സം റീസൺ ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച ഞാൻ ഏതൊരു IPO മേടിച്ചിട്ട് അത് വിറ്റ സമയത്ത് ഒരു 5,000 രൂപയുടെ ലാഭം കിട്ടി. ഇറ്റ് മേഡ് മീ സോ ഹാപ്പി. ഓക്കെ, കാരണം ഐ ആം ലൈക്ക് ഇതിലൊരു ഒരു എഫേർട്ടും ഇല്ലല്ലോ. ഐ എം ബൈയിങ് ദ തിങ് ആൻഡ് ഒരു 10-15 ദിവസത്തിന് ശേഷം ഐ എം സെല്ലിങ് ദിസ് തിങ് വിത്ത് 5,000 റുപ്പീസ് പ്രോഫിറ്റ്. ആൻഡ് ഇത് എക്സൈറ്റ്മെൻറ്റ് വന്നിട്ട് ഞാൻ വീട്ടിൽ അച്ഛനും അമ്മയോട് ഞാനിത് പറഞ്ഞു. ദേ വർ ലൈക്ക് നീ ഇത് വലിയ ഗാംബ്ലിങ്ങിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാ പറഞ്ഞു. അപ്പം
അപ്പോൾ ഐ തിങ്ക് അത് അവരുടെ ചിലപ്പോൾ മെൻറ്റാലിറ്റി ആയിരിക്കും കേട്ടോ. പാരൻസിൻ്റെ ഇൻഹെറിറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടോ? അങ്ങനെ ലൈക്ക് യു ഫെൽറ്റ്, അല്ലെങ്കിൽ ആരായിരുന്നു വീട്ടിൽ ഏറ്റവും നന്നായിട്ട് മണി ഹാൻഡിൽ ചെയ്യുമെന്ന് തോന്നിയിട്ടുള്ളത്? ഐ ബിലീവ് അമ്മ തന്നെ ആയിരിക്കും. കാരണം അച്ഛൻ പുറത്തൊക്കെ ആയിരുന്നതുകൊണ്ട് ഐ ഹവ് ഓൺലി സീൻ അമ്മ മാനേജിങ് മണി മോർ. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാൻ എനിക്ക് ബേസിക്കലി അച്ഛൻ എങ്ങനെയാണ്, എനിക്കിപ്പോഴും അറിഞ്ഞൂടെ അച്ഛൻ എങ്ങനെയാണ് മണി മാനേജ് ചെയ്യുന്നതെന്ന്. ഐ ഹവ് സീൻ ഓൺലി അമ്മ മാനേജിങ് ദ മണി. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഐ ഡോണ്ട് തിങ്ക് എൻ്റെ അമ്മ മാനേജ് ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗ്രോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് ലൈക്ക് കൂട്ടി വെക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ അവിടെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് പൈസ വരെ അതിനെ സൂക്ഷിച്ച് ചിലവാക്കുക ആൻഡ് ദെൻ വെക്കുക. ഇപ്പം ഷീ ഈസ് നോട്ട് തിങ്കിങ് ഓഫ് ഗ്രോയിങ് ദ മണി അക്കൗണ്ടിലുള്ളത്. ഇപ്പോൾ ഐ ബിലീവ് ഇപ്പം ഒരുപാട് പേഴ്സ്പെക്റ്റീവ്സ് ദർ ആർ പീപ്പിൾ ഹു ആർ ഡൂയിങ് ഇറ്റ് വെരി നൈസ്ലി. ദർ ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ആർ ടീച്ചിങ് പീപ്പിൾ ടു ഗ്രോ മണി. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഉള്ള സമയത്ത് ഐ ഡോണ്ട് ബിലീവ് അക്കൗണ്ടിൽ തന്നെ ഇങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവിടെ തന്നെ കിടന്നോളും, നമുക്ക് എടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെ കിടക്കാം. അത് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു, ഞാൻ വിശ്വസിക്കുന്നില്ല ദാറ്റ് ഈസ് എ ഗുഡ് പ്രാക്ടീസ്. പക്ഷേ സംതിങ് ഐ ഹാവ് ഇൻഹെറിറ്റഡ്, ലൈക്ക് എനിക്ക് അങ്ങനെ പറയാനാണെങ്കിൽ ഐ വുഡ് സേ ലൈക്ക് കുറച്ചുകൂടി സേവ് ചെയ്ത്, ലൈക്ക് ആസ് ഇൻ ഞാൻ ഇപ്പോഴാണെങ്കിലും എന്തെങ്കിലും മേടിക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കുറേ തവണ ഞാൻ ആലോചിക്കും, ലൈക്ക് കുറേ തവണ ആലോചിക്കും എന്തിനാണെന്ന് പോലും എനിക്ക് മനസ്സിലാവില്ല. പക്ഷേ ഞാൻ റീസെൻ്റ്ലി ഒരു റീല് ചെയ്തിരുന്നു. ദർ ആർ 2 types ഓഫ് പീപ്പിൾ. ചില ആൾക്കാർ അപ്പം തന്നെ മേടിക്കാൻ ആലോചിക്കും. കാരണം ഐ നോ അങ്ങനത്തെ പീപ്പിൾ. അവർ മേടിക്കാൻ ആലോചിക്കും, എന്നാൽ മേടിക്കാൻ എനിക്കത് പറ്റില്ല കേട്ടോ. ഞാൻ ഇരുന്നിട്ട് കുത്തി ആലോചിക്കും. മേടിച്ചിട്ടിരുന്ന് വിഷമിക്കും. ആണല്ലേ? അപ്പോൾ ഇപ്പം ഞാൻ പറയാം, ഞാൻ നമ്മുടെ ഫ്ലാറ്റിൽ വെക്കാൻ വേണ്ടി ഒരു വാട്ടർ ഹീറ്റർ മേടിക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി പൈസ ചോദിച്ചപ്പോഴത്തേക്ക് 3200 രൂപയാണ് വാട്ടർ ഹീറ്ററിന് പറഞ്ഞത്. അപ്പോൾ ആ വാട്ടർ ഹീറ്റർ അങ്ങ് മേടിച്ചാൽ മതി, അപ്പം ആവശ്യമുണ്ട് വാട്ടർ ഹീറ്റർ. അപ്പോൾ ഐ എം ലൈക്ക്, ഈ വാട്ടർ ഹീറ്റർ മേടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണോ, ഇത് ചിലപ്പോൾ ഇനി ഇതിനേക്കാൾ നല്ല വാട്ടർ ഹീറ്റർ ഉണ്ടോ, അങ്ങനെയൊക്കെ. അപ്പോൾ അന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്ന സമയത്ത് നമ്മൾ ഒരു വലിയ അത്യാവശ്യം നല്ല സ്ഥലത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ചില്ലൗട്ടൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അന്ന് ബില്ല് 4500 ആയി. അപ്പോൾ അത് എല്ലാവർക്കും ഓരോ സ്പ്ലിറ്റൊക്കെ വന്നു. അപ്പം someone is like, എടാ നീ ആ മേടിക്കാൻ ആലോചിക്കുന്നതിൻ്റെ പൈസ പോലും ഇതിനേക്കാളും കൂടുതലായില്ല, അപ്പം നിനക്കതങ്ങ് മേടിച്ചുകൂടെ. അപ്പം ഞാൻ ആലോചിക്കും ശരിയാണ്, എന്നിട്ട് ഞാനത് മേടിച്ചോ, ഞാൻ മേടിച്ചില്ല. അപ്പോൾ അതെങ്ങനെ തള്ളിപ്പൊക്കോണ്ടിരിക്കും. സോ ഐ ഗെസ് അതൊരു സാധനം ഐ ഹാവ് ഇൻഹെറിറ്റഡ്. അത് നല്ലൊരു പ്രാക്ടീസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. പക്ഷേ ഐ ഫീൽ എപ്പോഴും ഒന്ന് ആലോചിക്കുന്ന സമയത്ത്, ഒരു സാധനം മേടിക്കുന്ന സമയത്ത് ഞാനൊരു 3-4 തവണ ആലോചിച്ച് മേടിക്കും. ഇപ്പോൾ ഈദ് കൊച്ചിയിലേക്ക് വരുമ്പോൾ ഈദ് കൊച്ചിയിൽ എങ്ങനെയാണ് അവരുടെ ഒരു ഫോർമേഷൻ എങ്ങനെയായിരുന്നു? ലൈക്ക് യു എക്സ്പ്ലെയിൻഡ് എ ലിറ്റിൽ ബിറ്റ്, പക്ഷേ എങ്ങനെയാണ് അവർ ഒരു ഫോം ചെയ്തത്? ഐ ബിലീവ് ഫോം ചെയ്ത സമയത്ത് അതൊരു ഗ്രൂപ്പായിട്ടാണ് തോന്നുന്നത്. ഇറ്റ് സ്റ്റാർട്ടഡ് ആസ് എ ഫേസ്ബുക്ക് ഗ്രൂപ്പ്. അപ്പോൾ യു ക്യാൻ, ഇപ്പം അനുസരി പുറത്ത് എവിടെയെങ്കിലും കഴിക്കാൻ പോയി, ആൻഡ് ഇഫ് യു ആർ എ മെമ്പർ ഓഫ് ഈറ്റ് കൊച്ചി ഈറ്റ് ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അപ്പം അവിടെ പോയ സമയത്ത് അനുസരിക്ക് ഒരു ഫോട്ടോ എടുക്കാം, ആ ഫുഡിൻ്റെ ഓർ സംതിങ് വിച്ച് യു ലൈക്ക്. സിറ്റിയിൽ ഇന്ന സ്ഥലത്ത് ഇത് തുടങ്ങിയിട്ടുണ്ട്, ആൻഡ് യു ക്യാൻ പുട്ട് ദാറ്റ് ഫോട്ടോ ആ ഗ്രൂപ്പിൽ, ആൻഡ് then ഒരു ഡിസ്ക്രിപ്ഷൻ ഇടാം ദാറ്റ് സോ ആൻഡ് സോ ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, ഞാനിത് കഴിച്ചിരുന്നു, അവിടെ ഇത് നല്ലതായിരുന്നു, അതിൻ്റെ പൈസ ഇത്രയാണെന്നും പറഞ്ഞൊരു ഡിസ്ക്രിപ്ഷനും ഇടാം. അപ്പോൾ അത് ചിലപ്പോൾ കാർത്തികായിരിക്കും ആ സമയത്തൊക്കെ ആരൊക്കെ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു, അവരിതിനെ നോക്കിയിട്ട് അവർ ആക്സെപ്റ്റ് ചെയ്യും, ആൻഡ് ദെൻ ആ പോസ്റ്റ് ലൈവ് ആവും ആ ഗ്രൂപ്പിൽ. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഐ ബിലീവ് ദർ വർ മോർ ദാൻ 25,000 പീപ്പിൾ എന്തോ ഉണ്ടായിരുന്നു. അപ്പം അവരെല്ലാവരും ഈ പോസ്റ്റ് കാണുകയാണ്. അപ്പം യു ഓൾസോ ഫീൽ ലൈക്ക് ആ പാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഓക്കെ, ഞാനിട്ട പോസ്റ്റാണ്, ആൾക്കാർ ഇത്രയും പേര് 4000 പേര് ലൈക്ക് ചെയ്തു, അത് കണ്ടു, ആ സ്ഥലത്തേക്ക് അവർ പോയി, ആൻഡ് ദേ ഹാവ് കമൻറ്റഡ് താഴെ, ഓ ഇറ്റ് വാസ് റിയലി ഗുഡ്, അങ്ങനെ. അപ്പം ദാറ്റ് ഈസ് ഹൗ ആ ഒരു ഗ്രൂപ്പ് വളർന്നത് അങ്ങനെയാണ്. ആൻഡ് ലേറ്റർ ഓൺ ഈറ്റ് കൊച്ചി ഈറ്റ് തന്നെയാണ് ഇങ്ങനെ ഫുഡിന് വേണ്ടി ട്രാവൽ ചെയ്ത് പോയി കഴിക്കുക എന്നുള്ള ഒരുപാട് കോൺസെപ്റ്റ്സ് കൊണ്ടുവന്നത്. ഐ ബിലീവ് ഏഷ്യനെറ്റിന് വേണ്ടി ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, വീഡിയോ സീരീസൊക്കെ, വേർ ദേ ടുക്ക് പീപ്പിൾ ഫ്രം ഹിയർ ടു മലബാർ, അവിടെ പോയിട്ട് പുയ്യാപ്പള സൽക്കാരം അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ കഴിപ്പിച്ചതും അങ്ങനെയാണ്. ആൻഡ് അവിടെ നിന്ന് ഗ്രോ ചെയ്താണ് ലേറ്റർ ഓൺ ഫേസ്ബുക്ക് വീഡിയോസിലോട്ട് വന്നു. ആൻഡ് വി വെർ വൺ ഓഫ് ദ പൈനിയേഴ്സ് ഹൂ സ്റ്റാർട്ടഡ് നമ്മുടെ വിഷ്വൽസ് മാത്രം ഇട്ടിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഓഡിയോ വെച്ച് പറയാന്നുള്ളൊരു സാധനം, ലൈക്ക് ആസ് ഇൻ നമ്മൾ ഇന്നുള്ളത് ആ ഒരു വിഷ്വൽ പൊക്കോണ്ടിരിക്കുന്നത്, അത് ഇനിഷ്യൽ സമയത്ത് തുടങ്ങിയത് നമ്മളാണ്. അപ്പോൾ അവിടുന്ന് ഫേസ്ബുക്ക് വീഡിയോയിലോട്ട് വന്നു, ആൻഡ് ദെൻ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഫോട്ടോസ് ഇട്ട് തുടങ്ങി, ആൻഡ് ദെൻ പിന്നെ അവിടെ നിന്ന് റീൽസിലോട്ട് വന്നു. അങ്ങനെയാണ് എൻ്റെ ഗ്രോത്ത് വളരെ എന്താ പറയുക, ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ആണെങ്കിലും ഇറ്റ്സ് എ ഹ്യൂജ് ഗ്രോത്ത്. കാരണം ഐ ബിലീവ് ഇപ്പോഴും ആൾക്കാർ വെൻ ദേ സീ ഈറ്റ് കൊച്ചി ഈറ്റ്, ദേ ഡോണ്ട് സീ ഈറ്റ് കൊച്ചി ഈറ്റ് ആസ് എ ഗ്രൂപ്പ്, ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ്, ദേ സീ ഇറ്റ് ആസ് എ ഗൈഡ്. കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കഴിക്കാൻ പറ്റും, അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടാണ് അവർ ഈറ്റ് കൊച്ചി ഈറ്റിനെ കാണുന്നത്. അപ്പോൾ അത് വി ഓൾസോ ഫീൽ വെരി പ്രൗഡ് ദാറ്റ് ഓക്കെ, ആൾക്കാർക്ക് കൊച്ചിയിലോട്ട് വരുമ്പോഴത്തേക്ക് അവർ ദേ ചെക്ക് ഔട്ട് ദ പേജ് ആൻഡ് ഗോ ടു പ്ലേസസ്. അപ്പം അങ്ങനെ ഒരു ഗൈഡായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു
സംഭവം ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വി ഡോണ്ട് വാണ്ട് ആർ സെൽഫ് ടു ബി ലൈക്ക് ഓക്കെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് നമ്മൾ ഇന്നുള്ളത് എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു സാധനത്തിനേക്കാളും വി വാണ്ട് പീപ്പിൾ ടു സീ ഇറ്റ് ആസ് എ ഒരു ഗൈഡ്. ഇത് പിന്നെ എങ്ങനെയാണ് ഈ ഒരു മോണിറ്ററി പാർട്ടിലേക്ക് വന്നത്? പിന്നെ അതേപോലെ നിങ്ങൾ ഇതിൻ്റെ എക്സ്പാൻഷനൊക്കെ പിന്നെ എങ്ങനെ ആലോചിച്ചത്? ഫിനാൻസിങ് ഒക്കെ എങ്ങനെയായിരുന്നു? മോണിറ്ററി പോർഷൻ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ആസ് വി നോ ഫേസ്ബുക്ക് ഈസ് മോണിറ്റൈസ്ഡ്. ഫേസ്ബുക്കിൽ നിന്ന് റവന്യൂ വരുന്നുണ്ട് വിച്ച് ഈസ് ലൈക്ക് ഒരു വീഡിയോൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ആഡ് റവന്യൂ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെയിൻ റവന്യൂ എന്ന് പറയുന്നത് ബ്രാൻഡ്സ് തരുന്ന റവന്യൂ തന്നെയാണ് അത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം എക്സ്പാൻഷൻ്റെ ഒരു കാര്യം വന്ന സമയത്ത് വെൻ ഐ ജോയിൻഡ് ഈറ്റ് കൊച്ചി നമ്മുടെ 5 പേരുടെ ടീമായിരുന്നു. അപ്പം ആ ടീം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ വെൻ ഗ്രോത്ത് ഹാപ്പൻഡ് അതിൻ്റെ കൂടെ നമ്മൾ ഓ കൊച്ചി എന്ന് പറഞ്ഞൊരു പേജ് നമ്മൾ പാരലലി കൊണ്ടുവന്നു. അപ്പോൾ ആ ഗ്രോത്ത് വന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് നമ്മൾ ഡെയിലി ഒരു വീഡിയോ ഒരു ഗ്രൂപ്പ് ഞാനും ബിന്യാസം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു സ്ഥലത്ത് പോകും, ഒരു വീഡിയോ ചെയ്യും, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് കാർത്തിക്കും ആഷനായിരുന്നു നമ്മൾ ഇത്ര പേരുണ്ട്, അവരാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നടക്കുള്ളൂ. ആൻഡ് ദെൻ 2 ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ റിലീസാകും, അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ വെൻ ദ ഗ്രോത്ത് ഞാൻ ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് ഗ്രോത്ത് ഹാപ്പൻഡ് ആൻഡ് എൻക്വയറീസ് വന്നു തുടങ്ങി. ലൈക്ക് ആസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എൻക്വയറീസ് വന്നു തുടങ്ങിയ സമയത്ത് വെൻ ബ്രാൻഡ് സ്റ്റാർട്ടഡ് എൻക്വയറിങ്, അപ്പം വി ഫെൽറ്റ് ആൾക്കാരെ കുറച്ചുകൂടെ ഇൻടേക്ക് ചെയ്താലേ നമുക്കത് ചെയ്യാൻ പറ്റും, അല്ല പുൾ ഓഫ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് കുറച്ച് പേരെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഇനിഷ്യൽ തുടങ്ങിയ സമയത്തൊക്കെ 2 ഷൂട്ട്സ് വെച്ചിട്ടു. ഒരു ദിവസം ഒരു ഫുഡ് ഷൂട്ടും കാണും, ഒരു ഓ കൊച്ചിയുടെ ഷൂട്ടും കാണും. അപ്പം അത് പൊയ്ക്കൊണ്ടിരുന്നു. ആൻഡ് ദെൻ എഡിറ്റേഴ്സിന് ഒരു എഡിറ്റർ വെച്ച് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് വേറെ എഡിറ്റർ വന്നു. അപ്പം ഓ കൊച്ചിയുടെയും കൂടെ സംഭവം വന്ന സമയത്ത് ഇറ്റ് ബിക്കെയിം ഭയങ്കര ഹെക്റ്റിക്. അങ്ങനെയാണ് ടീം മെല്ലെ എക്സ്പാൻഡ് ആവുന്നത്. കുറച്ച് പുതിയ ആങ്കേഴ്സിനെ നമ്മൾ എടുക്കുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ 2 പേജും അത്യാവശ്യം നല്ലോണം ഫ്ലറിഷ് ചെയ്ത് വേറെ എൻക്വയറീസ് നല്ലോണം പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ കുക്ക് കൾച്ചർ എന്ന് പറഞ്ഞ് വേറൊരു പേജ് തുടങ്ങിയത് വിച്ച് റീസെൻ്റ്ലി ഹിറ്റ് 100K. അപ്പം അതും എക്സ്പാൻഡ് ആയി, അതും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് വി ഹാവ് അതർ 2 പേജസ് ഓൾസോ, മെൻ ഡൂയിങ് ഫാഷൻ ആൻഡ് വുമൻ ഡൂയിങ് ഫാഷൻ. അത്യാവശ്യം ഇപ്പോൾ ഒരു ലോ പ്രൊഫൈലായിട്ട് കുറച്ചുകൂടെ ഗ്രോ ചെയ്യാനുണ്ട്. നമ്മൾ അങ്ങനെ ഗ്രോ ചെയ്ത് വരുന്നേ ഉള്ളൂ. ദ എക്സ്പാൻഷൻ ഹാപ്പൻഡ് വെൻ എൻക്വയറീസ് കൂടുതൽ വന്നു തുടങ്ങിയ സമയത്ത് എക്സ്പാൻഷൻ നടന്നു. കാരണം നമ്മളെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇത്ര ഒരു ടീം വെച്ച് ഇന്ന സ്ഥലത്ത് പോയി വീഡിയോസ് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെയാണ് എക്സ്പാൻഷൻ നടന്നത്. ഇപ്പോൾ എൻ്റെ പേജിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് റവന്യൂ വരുന്നത് യൂട്യൂബും ഇൻസ്റ്റയാണ്. എൻ്റെ യൂട്യൂബ് മോണിറ്റൈസ് ഏതിനാണ് കൂടുതൽ റവന്യൂ പോയിന്റ്? എനിക്ക് ഇപ്പോൾ യൂട്യൂബിൻ്റെ റവന്യൂ നോക്കുകയാണെങ്കിൽ യൂട്യൂബ് ആഡ് റവന്യൂ വരുന്നത് ഇറ്റ്സ് ഓക്കെ റവന്യൂ. പക്ഷേ ഇഫ് യു ആസ്ക് മീ ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസ്ഡ് അല്ലെങ്കിലും ബ്രാൻഡ്സ് വിച്ച് ആർ പ്രൊമോട്ടിംഗ് ദർ ആർ പ്രൊവൈഡിങ് വിത്ത് മോർ മണി. ഫോർ ഷുവർ, കാരണം അത് അവരുടെ ബ്രാൻഡ് സാധനം ആയതുകൊണ്ട്. ഇൻസ്റ്റാഗ്രാം ഈസ് പ്രൊവൈഡിങ് മോർ മണി. പക്ഷേ ഇപ്പം യൂട്യൂബിലാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, വി ഹാവ് ടു ജസ്റ്റ് പുട്ട് വീഡിയോസ്. അതിനും എഫർട്ട് എടുക്കണം. ബട്ട് ദെൻ വീഡിയോസ് ഇട്ട് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് മാസം ഒരു റവന്യൂ യൂട്യൂബിൽ നിന്ന് വരും, വിച്ച് ഇസ് നോട്ട് ഹാപ്പനിങ് ഫ്രം ഇൻസ്റ്റ. അപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിൽ നമുക്ക് ഈ മാസം ഉണ്ടോ, അല്ലെങ്കിൽ അതിന് ഈ മാസം നമുക്ക് ഏതെങ്കിലും ബ്രാൻഡ് എൻക്വയറി വരുമോ എന്ന് ആലോചിച്ച് നമുക്കൊരു സംഭവം വരും. ബട്ട് യൂട്യൂബിലാണെങ്കിൽ ആ ഒരു ടെൻഷൻ ഇല്ല. യൂട്യൂബ് റവന്യൂ മാസം പക്കയായിട്ട് വരും. ഇനീഷ്യലി നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ പോകുന്ന ടൈമിൽ ആൾക്കാർ പറയുമായിരുന്നു, ഇത് നിങ്ങൾ പൈസ കൊടുത്തിട്ട് ഫുഡ് കഴിക്കുമായിരുന്നോ, അതോ അവർ ഫ്രീ ആയിട്ട് എന്ന് പറയുമ്പോൾ ആൾക്കാർ ആ ഒരു കോൺസെപ്റ്റിനോട് ആൾക്കാർ എങ്ങനെയാണ് ജെല്ലായത്? അതായത് ഇപ്പോൾ ചോദിക്കുന്നത് നമ്മൾ ഫ്രീ കോണ്ടന്റ് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴാണോ അതോ പെയ്ഡ് ആണോ, എന്താ അതാണോ ചോദിക്കുന്നത്? അല്ല, ഇനീഷ്യലി ഈ ഒരു കോൺസെപ്റ്റ് ആൾക്കാർക്ക് അറിഞ്ഞു വരുന്നതിന് മുന്നേ നമ്മൾ പൈസ കൊടുത്തിട്ടാണോ നിങ്ങൾ കഴിക്കുക? ആൾക്കാർ ഇപ്പോഴും ചോദിക്കും കേട്ടോ. ആൾക്കാർ ഇപ്പോഴും ചോദിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾക്ക് എളുപ്പമല്ലേ, നിങ്ങൾക്ക് പോയി കഴിച്ചിട്ട് പൈസ കൊടുക്കണ്ടല്ലോ. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ എവിടെ പോയാലും വി മേക്ക് ഷുവർ നമ്മൾ ഫ്രീ കോണ്ടന്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതാണെങ്കിൽ, അതായത് നമ്മൾ ഇപ്പം ആ ബ്രാൻഡായിട്ട് നമുക്ക് പേ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെ പോയാലും വി മേക്ക് ഷുവർ വി പേ ദം. കാരണം അതല്ലെങ്കിൽ അത് അവരോട് ചെയ്യുന്ന വലിയൊരു വൃത്തികേടല്ലേ. അപ്പം നമ്മളത് പേ ചെയ്ത് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഈ പേ ചെയ്യുന്ന വീഡിയോ നമ്മൾ എടുക്കില്ലായിരുന്നു. ഇപ്പം നമ്മൾ പേ ചെയ്യുന്ന വീഡിയോ കൂടെ എടുക്കും. എന്നിട്ട് അതും കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യും. അല്ലെങ്കിൽ ആൾക്കാർ പറയും, ഇവർക്ക് എളുപ്പമാണ്, നിങ്ങൾ പോയി കഴിച്ചാൽ മതിയല്ലോ എന്നുള്ളത്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മൾ എവിടെയെങ്കിലും പോയി ഫ്രീ കോണ്ടന്റ് ഷൂട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ വി മേക്ക് ഷുവർ നമ്മൾ അവിടെ നല്ലോണം നമ്മൾ കഴിക്കുന്നതിൻ്റെ പേ അവിടെ ചെയ്യും. അതല്ലാതെ ബ്രാൻഡഡ് വീഡിയോസിന് പോകുമ്പോൾ മാത്രമാണ് ക്ലൈൻറ്റ് ഈസ് ഓൾറെഡി പ്രിപ്പയർഡ്, അവർ റെഡിയാണ്. അപ്പോൾ അവിടെ പോയി കഴിച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്ത് തിരിച്ചു വന്നാൽ മാത്രം മതി. അതല്ലെങ്കിൽ അവർ പേ ചെയ്യാത്ത വീഡിയോസും നിങ്ങൾ പോയിട്ട് ചെയ്യാറുണ്ട്. അതിപ്പം ചിലപ്പം ആൾക്കാർക്ക് ഭയങ്കര അത്രയ്ക്ക് വൈറലാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് മീൽ ബഡീസ് ഒക്കെ കാണുമ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു നോർമലി നിങ്ങൾ നോർമലി അല്ലാതെ പോകുന്നതാണ്. അതിൽ ഒരുപാട് കൂടുതൽ സജഷൻസും ആൾക്കാർ തരുന്ന സജഷൻസ് ആണ്. ആൾക്കാർ പറയും ഇന്ന സ്ഥലത്ത് ഈ ഒരു സാധനം ഉണ്ട്, നിങ്ങൾ പോയി കവർ ചെയ്യും, നമ്മൾ പോയി കവർ ചെയ്യും. അപ്പം ആൾക്കാർക്ക് അങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോഴത്തേക്ക് ദേ ഓൾസോ ഫീൽ ലൈക്ക് ഓക്കെ ഫൈൻ,
അവരപ്പോൾ നോർമൽ സാധനങ്ങളും ചെയ്യാറുണ്ടോ എന്നൊരു തോന്നലും വരും. ഇപ്പോൾ കുറേ ഏരിയാസിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഏതിലായിരുന്നു ഫിനാൻഷ്യലി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഏതൊരു RJ ആണോ, VJ ആണോ, അതോ കോണ്ടന്റ് ആണോ? ഞാൻ ഇപ്പം നിൽക്കുന്ന ഫീൽഡ് ഫീൽഡ് തന്നെയാണെന്ന് തന്നെയാണ്. ഞാൻ പറയും. കാരണം ഒന്നാമത്തെ കാര്യം ഇതൊരു ഇപ്പം നിൽക്കുന്ന ഫീൽഡാണെന്ന് ഞാൻ പറയും. അതിന് ഒരുപാട് റിസ്ക്കും ഉണ്ട്. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു ഫ്രീലാൻസ് ബേസ് ആയിട്ടും കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഇപ്പോൾ എൻ്റെ പേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത മാസം എനിക്ക് ബ്രാൻഡ്സ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ല. അപ്പോൾ അതിനൊരു ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. പക്ഷെ ഞാൻ RJ ആയിരുന്നപ്പോഴും VJ ആയിരുന്നപ്പോഴും ഐ നോ എനിക്ക് മാസം ശമ്പളം വരും എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേറ്ററായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് മോർ ഫിനാൻഷ്യലി ഇൻ എ ബെറ്റർ പ്ലേസ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അടുത്ത മാസം ഇതുണ്ടാവുമോ അല്ലെങ്കിൽ അടുത്ത മാസം അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ടും കൂടെ അവിടെ നിൽപ്പുണ്ട്. പക്ഷേ യെസ്, റൈറ്റ് നൗ ഇറ്റ് ഈസ് എ വെരി ഗുഡ് സ്റ്റേജ്. ഇപ്പം നോർമലി പേഴ്സണലി ഗോകുൽ എന്താണ് ചെയ്യാറുള്ളത്? ഇപ്പം പൈസ കിട്ടുന്ന സമയത്ത് യു മേക്ക്, ഇപ്പം പറഞ്ഞ പോലെ സ്ഥിരമായിട്ടുള്ളൊരു സ്റ്റേബിൾ അല്ല, ബട്ട് എന്നാലും യു ആർ മേക്കിംഗ് ഗുഡ് മണി. അപ്പോൾ അത് എവിടെയാണ് നോർമലി, വാട്ട് ഡു യു ഡൂ വിത്ത് ദാറ്റ് മണി? അത്രയും പൈസ ഒരുമിച്ച് ആവശ്യം വരില്ലല്ലോ നോർമലി. ഞാനിപ്പോൾ നോർമലി ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അങ്ങനെയല്ലേ എന്നെ പറയാം, അതിൽ പറയാം, ദാറ്റ് ഇസ് ദ വേർഡ്. അപ്പം ഇപ്പം വന്നു തുടങ്ങിയ സമയത്ത് ഇനിഷ്യലി ഞാൻ ചെയ്തത് FD ഇടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ FD ഇട്ടു. പിന്നെ ലേറ്റർ ഓൺ കുറച്ചുകൂടെ ഒരു സംഭവം വന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ കാര്യമൊക്കെ ഞാൻ കുറേ ഇരുന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പം കുറച്ച് ഐ ഹാവ് ഇൻവെസ്റ്റഡ് ഇൻ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് SIP ബൾക്കായിട്ടാണോ? SIP SIP ആയിട്ടാണ് ഇട്ടേക്കുന്നത്. ആൻഡ് ഓൾസോ IPOs വരുന്ന സമയത്ത് പിന്നെ കുറച്ച് സ്റ്റോക്കിലും ഉണ്ട്. അപ്പം ആസ് ഓഫ് നൗ ഇത്രയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ ഐ വുഡ് സേ മേജർ അല്ലെങ്കിൽ മേജർ ഒരു ഷെയർ ഞാൻ FDയിലോട്ട് തന്നെയാണ് മാറ്റി വെച്ചത്. കാരണം ഐ ബിലീവ് എനിക്ക് എന്തോ ഡൗൺ ദെയർ ഐ ബിലീവ് ഓക്കെ അതാകുമ്പോൾ അവിടെ കിടന്നോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മറ്റേതാകുമ്പോഴത്തേക്ക് മേളിലും താഴെ ആകും എന്നുള്ള സാധനം എപ്പോഴും മനസ്സിലുള്ളതുകൊണ്ട് ഐ ടെൻഡ് മോർ ടുവേർഡ്സ് FD തന്നെയാണ് ഞാൻ ആലോചിക്കുക. ഇനി നമുക്കൊരു റാപ്പിഡ് ഫയർ ആണ്. അപ്പോൾ എന്താണോ പെട്ടെന്ന് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് ബിഗ് ഐ മെയ്ഡ് ഇറ്റ് ഫിനാൻഷ്യൽ മൊമെന്റ് എന്തായിരുന്നു? എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും എനിക്ക് പ്രൊമോഷൻസും ഞാൻ കാണുന്നുണ്ടായിരുന്നു ആൾക്കാർ ചെയ്യുന്നത്, പക്ഷേ ഇത് വരുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഇത് വളരെ ഒരു ചെറിയ സംഭവമാണ്, വലിയ ബ്രാൻഡൊന്നുമല്ല, ഏതോ ഒരു വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഏതോ ഒരു ഏജൻസി ദേ റീച്ച്ഡ് ഔട്ട്, ദേ ആർ ലൈക്ക് ഇതൊന്ന് സ്റ്റോറി ഇടാമോ, വിൽ ഗിവ് യു 500 rupees, ഇത് സ്റ്റോറി ഇടാമോ എന്ന് ആലോചിച്ചു. അപ്പോൾ ഐ എം ലൈക്ക് ഞാനിത് സ്റ്റോറി ഇട്ടാൽ മതി, നിങ്ങൾ 500 രൂപ തരും. ദേ ആർ ലൈക്ക് യെസ് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല. ഐ എം ലൈക്ക് ഞാൻ സ്റ്റോറി ഇട്ടാൽ അവർ 500 രൂപ തരും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ദിവസം ഞാൻ 8-10 സ്റ്റോറി ഇടുന്ന ആളാണ്. അതിൻ്റെ കൂടെ ഞാൻ പോസ്റ്റർ സ്റ്റോറി ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ സ്റ്റോറി ഇട്ടു, എന്നെ അത് അവർ ക്രെഡിറ്റ് ചെയ്ത് തന്നു എൻ്റെ അക്കൗണ്ടിലേക്ക്. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു സംഭവമായിട്ട് 500 രൂപയാണെങ്കിൽ പോലും വെൻ ഇറ്റ് കെയിം ടു മൈ അക്കൗണ്ട് ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, എൻ്റെ ഇതിന് ഇത്ര ഒരു വിലയുണ്ടല്ലോ. എക്സാക്ട്ലി, അതൊരു വലിയൊരു പവറായിട്ട് തോന്നി. എനിക്ക് ഇപ്പോഴും അത് ആലോചിക്കും. അത് ഏതോ ഒരു ഏജൻസി ആയിരുന്നു, ഹോം വർക്കർ സാധനമായിരുന്നു. ലേറ്റർ ഓൺ ഐ വർക്ക് വിത്ത് വെരി ബിഗ് ബ്രാൻഡ്സ്. പക്ഷേ അതെനിക്ക് ഭയങ്കര ഇപ്പോഴും ഞാൻ പറയുമ്പോൾ അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സാധനം. ആൻഡ് ആ 500 രൂപ വന്നപ്പോഴത്തേക്ക് ഔട്ട് ഓഫ് സംതിങ് വിച്ച് ഐ ക്രിയേറ്റഡ്, മൈ ബേബി ഐ ക്രിയേറ്റഡ്, ഇറ്റ് മെയ്ഡ് മണി. അത് ഇറ്റ് വാസ് വെരി ബിഗ് ഹാപ്പി മൊമെൻറ്റ് ഫോർ മീ. FD, ഗോൾഡ്, സ്റ്റോക്സ്, ഇതിൽ ഏത് പിക്ക് ചെയ്യും? ഗോൾഡ്. ഓണായിട്ട് ഫിനാൻസ് മാനേജ് ചെയ്യാനാണോ ഇഷ്ടം, അതോ ഏതെങ്കിലും പ്രൊഫഷണൽ കൊടുത്തിട്ട് അങ്ങനെ മാനേജ് ചെയ്യാനാണോ അത് ഇഷ്ടം? പറയുമ്പോഴത്തേക്ക് ഐ എം മാരിഡ്. ഒന്നാമത്തെ കാര്യം ഒരുപാട് പേർക്ക് അത് അറിയില്ല. സോ മൈ വൈഫ് ഈസ് വിസ്മയ. ഞാൻ എത്ര മാനേജ് ചെയ്യുന്നുണ്ടോ ഫിനാൻഷ്യൽ പാർട്ട് പുള്ളിക്കാരിയാണ് മാനേജ് ചെയ്യുന്നത്. കാരണം ഷി വാസ് മാനേജറായിരുന്നു നേരത്തെ, കരിക്കിലെ അവിടെ ഫ്യൂസിലെ മാനേജറായിരുന്നു. സോ കംപ്ലീറ്റ് ഫിനാൻസ്, അതായത് ബ്രാൻഡ് മാനേജ്മെൻറ്റ്, ഫിനാൻസിൻ്റെ സാധനം, കോഡ്സ്, റേറ്റ്സ് എല്ലാം പുള്ളിക്കാരിയാണ് മാനേജ് ചെയ്യുന്നത്. എന്തായാലും എനിക്ക് പേഴ്സണലി മാനേജ് ചെയ്യാൻ അത്ര താല്പര്യമില്ല. എനിക്ക് ക്രിയേറ്റീവ് സൈഡ് മാത്രം നോക്കിയാൽ മതി എന്നുള്ളതാണ്. അപ്പം ഷീ ഈസ് ഹാൻഡ്ലിങ് ഇറ്റ് കംപ്ലീറ്റ്ലി. എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കങ്ങനെ ആക്ച്വലി എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ, മാരീഡ് ആണ്. ആണല്ലേ? അപ്പം യെസ്, ഐ എം മാരീഡ്. ആൻഡ് ദെൻ പുള്ളിക്കാരിയാണ് കംപ്ലീറ്റ്ലി അത് മാനേജ് ചെയ്യുന്നത്. ഞാനും ഐ വുഡ് പ്രിഫർ ദാറ്റ് വേ. കാരണം എനിക്കത് ബ്രാൻഡിനോട് നേരിട്ട് ഡീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് ബ്രാൻഡ്സൊക്കെ നമുക്ക് പറയുന്ന സമയത്ത് ബ്രോ ഇത്രയ്ക്ക് ചെയ്യാമോ, നമുക്ക് ഇങ്ങനെ ചെയ്യാമോ എന്ന് പറയുന്ന സമയത്ത് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ എന്നൊക്കെ പറയാം. പക്ഷേ പുള്ളിക്കാരി അത് ഹാൻഡിൽ ചെയ്യും. ഷീ നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ് ആൻഡ് ഷീ ഈസ് ഡൂയിങ് ഇറ്റ് വെരി വെൽ. ഇപ്പോൾ ഒരു ലോട്ടറി അടിച്ചാൽ എന്ത് ചെയ്യും? എൻ്റെ അമ്മേ, ചിലപ്പോൾ ഞാൻ FD തന്നെ ഇടുമായിരിക്കും. എന്തായാലും മേ ബി കുറച്ച് ഗോൾഡ് വാങ്ങിക്കുമായിരിക്കും. ഗോൾഡ് ആയിരിക്കും, കാരണം അതാണല്ലോ ഇപ്പോൾ എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യുന്നൊരു സംഭവം. ഞാൻ ഏതൊരു ലോട്ടറി അടിച്ചാലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളെ പോലെ ഞാനൊരു സൂപ്പർ കാർ മേടിക്കുമായിരിക്കും.
ആൻഡ് യെസ് ദാറ്റ്സ് ഇറ്റ്. ബാക്കി ഞാൻ സേവ് ചെയ്യാം. ഇപ്പം ഇൻസ്റ്റഗ്രാം ഷട്ട് ഡൗൺസ് ടുമോറോ. സോ വാട്ട് യുവർ എന്നാ പ്ലാൻ ബി? ഉദ്ദേശം? പ്ലാൻ ബി, വാട്ട് ഇസ് യർ പ്ലാൻ ബി? ഇൻസ്റ്റാഗ്രാം ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ മൈ പ്ലാൻ ബി വിൽ ബി യൂട്യൂബ്. യൂട്യൂബാണ് അടുത്തൊരു ഹോം എന്ന് ആലോചിക്കുന്നത്. ഐ വിൽ ബി പ്രിപ്പയറിംഗ് മോർ വീഡിയോസ് ഫോർ യൂട്യൂബ്, ലോങ് ഫോർമാറ്റ് വീഡിയോസ്. അത് ഓൾറെഡി എൻ്റെ ഒരു മനസ്സിലുണ്ട്, ടു വർക്ക് ഫോർ യൂട്യൂബ് മോർ. പക്ഷേ യെസ്, ഇൻസ്റ്റാഗ്രാം ഷട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഐ വിൽ വർക്ക് ഫോർ യൂട്യൂബ് ആൻഡ് ദെൻ ഐ വിൽ ബി വർക്കിംഗ് ഫോർ അതർ ബ്രാൻഡ്സ്. ഐ ബിലീവ് അതും സോഷ്യൽ മീഡിയ എല്ലാം ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഐ ബിലീവ് ഏതെങ്കിലും ബ്രാൻഡിന് വേണ്ടി വർക്ക് ചെയ്യാം, ഏതെങ്കിലും അതിന് പോയി കണ്ടന്റ് കോപ്പി റൈറ്ററായിട്ട് ഞാൻ കണ്ടന്റ് എഴുതുമല്ലോ, അപ്പോൾ ഞാൻ കോപ്പി റൈറ്ററായിട്ടോ അങ്ങനെയൊക്കെ പോകാം എന്നുള്ള ആലോചനയാണ്. If your wallet could talk, what will it complain about? മൈ വാലറ്റ് ഇസ് വെരി പഫി വാലറ്റ്. ഇപ്പം എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഉള്ള വാലറ്റ് മറ്റേ വാലറ്റാണ്, മറ്റേ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് കാർഡ് പൊങ്ങി വരുന്ന വാലറ്റ്. പക്ഷേ എൻ്റെ ഇരിക്കുന്ന വാലറ്റ് എനിക്ക് അത് പഫി ആയിട്ടിരിക്കാൻ ഭയങ്കര കാണുമ്പോൾ ഇഷ്ടമാണ് വെക്കുമ്പോഴത്തേക്ക്. ഐ ബിലീവ് അതിനകത്തിരിക്കുന്ന പൈസയൊന്നും ഇല്ല കേട്ടോ, ഒരുപാട് മറ്റേ വിസിറ്റിംഗ് കാർഡുകളും അങ്ങനെ ആയിരിക്കും. പക്ഷേ ഐ ബിലീവ് ഇറ്റ്സ് എ വെരി പഫി വാലറ്റ്. സോ മൈ വാലറ്റ് വിൽ ബി ലൈക്ക് ഇതിനകത്ത് കുറച്ച് വേണ്ടാത്ത സാധനങ്ങൾ കളയാൻ പറ്റുമോ. ആൻഡ് ദെൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ ക്ലീൻ ചെയ്ത സമയത്ത് 2022 എടുത്ത ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മിനി സ്റ്റേറ്റ്മെൻറ്റ് ബ്ലാങ്ക് ആയിട്ട് ഇരിപ്പുണ്ട്, ഒരു വെള്ള പേപ്പർ. അതെ, പോവുമല്ലോ, അത് അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. സോ ദാറ്റ് മൈറ്റ് ബി ദ കംപ്ലൈൻറ്റ്. Real ideas. So do they hit in shower or 2 a.m.? They hit mostly in 2 a.m. അല്ല, yes 2 a.m. രാത്രി ആകുമ്പോഴായിരിക്കും കൂടുതലും. ആൻഡ് ദെൻ Ideas. ഞാൻ ചില സമയത്തൊക്കെ കിടന്നിട്ട് ഈ ഐഡിയ വരുന്ന സമയത്ത് എൻ്റെ ഇപ്പം എൻ്റെ ഫോണിൽ ഐ ഹാവ് എ ഗ്രൂപ്പ്, വാട്സാപ്പ് ഗ്രൂപ്പ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തത്, വിച്ച് ഈസ് കോൾഡ് കോണ്ടന്റ്. Oh. അപ്പോൾ ഇത് ഇങ്ങനെയാണ്, ഇത് ഫുള്ള് എൻ്റെ കോണ്ടന്റ് ആണ്. Okay. ഇത് ഞാൻ എഴുതി വെച്ചത്, സ്ക്രീൻഷോട്ട് എടുത്തത്. ഇടും തോട്ട് വരുമ്പോൾ ഇടും. അപ്പോൾ തോട്ട് വരുമ്പോഴത്തേക്ക് 2 മണിക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ രാത്രി ഫോൺ എടുത്തിട്ട് വോയിസ് ഓൺ ആക്കിയിട്ട് ഞാൻ തന്നെ ഇതിപ്പോൾ ഒരു കോണ്ടന്റ് ആണ് ഇങ്ങനെ പറയും. ഒരു ദിവസം രാത്രി ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആൻഡ് വിസ്മയ വാസ് സ്ലീപ്പി. അപ്പം രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക ആൻഡ് ഷീ ഗോട്ട് സ്കേർഡ്. ഷീ ഈസ് ലൈക്ക് ആരാ എന്ന് പറഞ്ഞ് ഞെട്ടി എഴുന്നേറ്റു. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ യെസ്, മോസ്റ്റ്ലി രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കാം. So last one, most dramatic thing that you did for a reel. മോസ്റ്റ് ഡ്രമാറ്റിക് തിങ് മൈറ്റ് ബി, ഞാൻ അമ്മയുടെ ചുരിദാർ ഇട്ടുകൊണ്ട് മൈജിയിലോട്ട് കയറി ചെന്നിരുന്നു ഒരു ദിവസം. അപ്പോൾ അന്ന് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം പുൾ ഓഫ് ചെയ്യണം. അപ്പോൾ മൈജിക്കാർക്ക് വേണ്ടി വർക്ക് ചെയ്ത സമയത്ത് ദേ വാണ്ടഡ് അമ്മ ക്യാരക്ടർ ടു ഡു സംതിങ്. ആൻഡ് ഞാൻ ധൈര്യം ഫുൾ സംഭരിച്ച് അമ്മ ക്യാരക്ടർ ഇട്ട് മൈജിയിൽ ചെന്നു. മൈജിയിൽ ഫുൾ ആൾക്കാരായിരുന്നു, അവിടുത്തെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർ നോക്കുമ്പം താടിയും മുടിയുള്ളൊരു ചെക്കൻ ചുരിദാർ ഇട്ട് അവിടെ കറങ്ങി കിടക്കുക. അപ്പോൾ ആലോചിച്ച് നോക്കിയ ആൾക്കാരുടെ ഒരു സംഭവം ആലോചിച്ച് നോക്കിയ. അപ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, മനസ്സിലാവുന്ന ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ബട്ട് ദാറ്റ് ഫോർ മീ വാസ് വെരി ഡ്രമാറ്റിക്. ആൻഡ് അത് ഷൂട്ട് ചെയ്യാനും പറ്റുന്നില്ല, കാരണം ആൾക്കാർ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് കാണണം, ഇതെന്താ ഷൂട്ട് ചെയ്യണം എന്നുള്ളത് നോക്കി. പിന്നെ ഞാൻ അവസാനം അവരോട് പറഞ്ഞു, കുറച്ച് നേരം ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഞാനൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഫോർ മീ ദാറ്റ് ഈസ് ദ മോസ്റ്റ്. ആൻഡ് ദെൻ എനിക്ക് അല്ലാതെ ഇപ്പോൾ രാജലക്ഷ്മി എന്ന് പറഞ്ഞ വേറെ ക്യാരക്ടറുണ്ട്, ഐ ഡോണ്ട് നോ ഇഫ് യു ഹാവ് സീൻ. അത് സാരി ഉടുത്ത ക്യാരക്ടറാണ്. അപ്പം സാരി ഉടുത്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതുവരെ സാരി ഉള്ളൂ, താഴെ നിൽക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബ്രാൻഡ് ചോദിച്ചിട്ട് അവർ പറഞ്ഞു രാജലക്ഷ്മി ക്യാരക്ടർ വെച്ച് ആ സ്റ്റോറിൽ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത്രയുള്ള ധൈര്യം എനിക്കിത് ആയിട്ടില്ല. അപ്പോൾ രാജലക്ഷ്മി ക്യാരക്ടർ വീട്ടിൽ നിന്ന് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ യെസ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഡ്രമാറ്റിക് തിങ് ഐ ഹവ് ഡൺ ഫോർ എ വീഡിയോ. റാപ്പിഡ് ഫയറിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ഇപ്പം ഞാൻ അനുശ്രീയോട് ചോദിക്കട്ടെ, വാട്ട് വിൽ യു ചൂസ്? ലൈക്ക് ഗോൾഡ്, സ്റ്റോക്ക്, FD എന്ന് ചോദിക്കുകയാണെങ്കിൽ വാട്ട് വിൽ യു ചൂസ്? ഐ ചൂസ് സ്റ്റോക്സ്. എന്താണ് വൈ? കാരണം സ്റ്റോക്സിൽ നമ്മൾ എപ്പോഴും നമ്മൾ ഗ്രീഡി ആവുമ്പോഴാണ് ഈ സ്റ്റോക്സിൽ പണി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾക്കിപ്പോൾ ഭയങ്കര ആയിട്ട് താല്പര്യമുള്ള, അതായത് നമ്മളുടെ ചുറ്റും കാണുന്ന കമ്പനീസ്, നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഡെയിലി ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്, അത് എന്തായാലും നമുക്ക് മസ്റ്റാണ്. അപ്പോൾ ആ പേസ്റ്റ് അത് ഏത് കമ്പനിയുടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചുറ്റും നമ്മൾ കാണുന്ന കുറേ കമ്പനീസുണ്ട്. നമുക്കറിയാം എന്തായാലും അതൊരു മസ്റ്റ് ഹാവ് ആണ് നമ്മളുടെ ഡെയിലി ലൈഫിൽ. അപ്പോൾ അങ്ങനെയുള്ള കമ്പനീസിൻ്റെ ഭാഗമാവുക. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു ഗ്രോത്ത് സ്റ്റോറിയുടെ ഭാഗമാവുക. കാരണം നമ്മൾ എപ്പോഴും ഈ ഒരു ഗോൾഡ് ഞാൻ പറയുന്നില്ല ഇതാണെന്ന്, പക്ഷേ എപ്പോഴും ഒരു കൂടുതലും നമുക്കതൊരു ഇമോഷണൽ അസറ്റാണ് ഗോൾഡ് എന്ന് പറയുമ്പോൾ. നമ്മളിപ്പോൾ വാങ്ങിച്ചാലും നമ്മളങ്ങനെ പെട്ടെന്ന് വിൽക്കില്ല. അപ്പോൾ ഒരു പൈസയുടെ ആവശ്യം വരുമ്പോൾ അതിനെക്കുറിച്ച് ഇതില്ല. പക്ഷേ സ്റ്റോക്സ് ആകുമ്പോൾ നമുക്കൊന്ന് ലിക്വിഡുമാണ്,
നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് വിറ്റെടുക്കാം. എന്നാൽ നമുക്ക് ഒരു പോർഷൻ ഗ്രോത്ത് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് എടുത്ത് ക്യാപിറ്റൽ മാത്രം തിരിച്ചെടുത്ത് അങ്ങനെ വയ്ക്കാം. അപ്പോൾ എനിക്ക് കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു ഗ്രോത്ത് സ്റ്റോറിയുടെ ഭാഗമാവുക, ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് സ്റ്റോറിയുടെ ഭാഗമാവുക. അപ്പോൾ അങ്ങനെയുള്ള കമ്പനീസ് നമുക്ക് ചുറ്റുമുള്ള കമ്പനീസ് മേടിച്ചിടുക എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ കൊച്ചിക്ക് നമുക്ക് ഒരു ഫ്യൂച്ചർ പ്ലാൻസ് എന്തായിരിക്കും? അതുപോലെ തന്നെ ഗോകുലിനാണെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസ് ഇപ്പോൾ ഇപ്പം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നമുക്ക് ഒരു ഫുഡ് ആപ്പ്, നിങ്ങളുടേതായിട്ടുള്ള ഒരു ഫുഡ് ആപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുഡ് ടൂർസ്. ഞാൻ എപ്പോഴും ആലോചിക്കും നിങ്ങൾ ഫുഡ് ടൂർസ് ചെയ്തിരുന്നെങ്കിൽ ലൈക്ക് ലോട്ട് ഓഫ് പീപ്പിൾ ക്യാൻ ബി എ പാർട്ട് ഓഫ് ഇറ്റ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടോ, ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടോ? ആക്ച്വലി കൊച്ചി ഇറ്റ് ഹാസ് അലോട്ട് ഒരുപാട് പ്ലാൻസ് ഉണ്ട്. അതിൽ ഈ ഫുഡ് ടൂർസ് നേരത്തെ ചെയ്തിരുന്ന ഒരു സംഭവമാണ്. പണ്ടേ നേരത്തെ ഉണ്ടായിരുന്നു, പണ്ട് തൊട്ടേ ഒരു ഐഡിയ ആയിരുന്നു അത്. ഇവിടെ നിന്നുള്ള ഒരു സെലക്റ്റഡ് ഗ്രൂപ്പിനെ കൊണ്ടുപോയി നമ്മുടെ ലൊക്കേഷനിൽ കൊണ്ടുപോയി കഴിപ്പിക്കുക എന്നുള്ളത് ദാറ്റ് ഈസ് ഓൾറെഡി ദർ. പക്ഷേ നമ്മളതല്ലാതെ കുറച്ചൊരു സ്റ്റാർട്ടപ്പിലൊക്കെ, അതായത് ഇപ്പം ഒരുപാട് ഹോം ബേക്കേഴ്സ് ആൻഡ് ദെൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരുപാട് പേര് അവർക്ക് ഗ്രോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പായിട്ട് ചെറിയ ബിസിനസ് ഐഡിയ ഉള്ള ആൾക്കാർ അബൌട്ട് ഫുഡ് ലൈക്ക് ചെറിയ ഫുഡ് ട്രക്കൊക്കെ ഉള്ള ആൾക്കാർക്ക് അവർ ഗ്രോ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവരെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്റ്റാർട്ടപ്പ് പ്ലാൻ പോലെ ഓർഗനൈസ് ചെയ്ത് അത് തുടങ്ങുന്നുണ്ട്. ആൻഡ് ഓൾസോ വി ആർ സ്റ്റാർട്ടിങ് എ സൈറ്റ് ലൈക്ക് നമ്മൾ പക്ക ഒരു ബ്ലോഗ് പോലെ വിച്ച് വിൽ ഹാവ് എ ഡീറ്റെയിൽഡ് റിവ്യൂ. നമ്മൾ ഇന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന സ്ഥലത്തുള്ള പ്ലേസസ് കിട്ടും, അങ്ങനത്തെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ പോലെ. ആൻഡ് വി ആർ ഓൾസോ പ്ലാനിങ് സംതിങ് വിത്ത് വാട്സാപ്പ്. അതായത് ഇപ്പം ഇഫ് യു കം ടു കൊച്ചി ആൻഡ് ദെൻ ഇഫ് യു ആർ ഇൻ എടപ്പള്ളീൻ്റെ മാപ്പ് വെച്ചിട്ട് നമുക്ക് ഫുഡ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ സാധനം. അപ്പോൾ യു ജസ്റ്റ് ഹാവ് ടു ഗിവ് യുവർ നമ്പർ ആൻഡ് ഇമെയിൽ ID, നമ്മൾ ആ സാധനം അയച്ചു തരും. അപ്പോൾ യു ഹാവ് ടു ക്ലിക്ക് ഏത് സ്ഥലത്ത് ഇന്ന സാധനമുണ്ട്. ഫോർ ഡെസേർട്ട്സ് ആണെങ്കിൽ ഇവിടെ പോവാം, ഫോർ ബിരിയാണി യു ക്യാൻ ഗോ ദെയർ, അപ്പം ഫോർ മന്തി അവിടെ പോവാം. അങ്ങനത്തെ ഒരു സാധനം കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഓൺ ദ വേ. റീൽസ് എപ്പോഴും ഇങ്ങനെ ക്ലട്ടേഡ് ആയിട്ട് കിടക്കുമ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെക്കും, മറ്റേത് എടുത്തെടുത്ത് നോക്കും ഇത് ഏതായിരിക്കും. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ ബെറ്റർ ആയിട്ട് ഇങ്ങനെ വരെ. ആൻഡ് ദെൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സെർച്ച് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി. ഇപ്പോൾ ഒരു പേജിൽ കയറിയിട്ട് ഒരു സെർച്ച് ഓപ്ഷൻ ഇൻസ്റ്റയിലില്ല. ഇൻസ്റ്റയിൽ കയറിയിട്ട് ഇപ്പം ആൾക്കാർക്ക് അന്ന് കണ്ട റീൽ ഏതായിരുന്നു എന്ന് നോക്കാൻ വേണ്ടി ആൾക്കാർ താഴോട്ട് പൊക്കോണ്ടിരിക്കേണ്ടി വരും. പക്ഷേ റാദർ അവരൊരു പേജിലൊരു സെർച്ച് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. അപ്പോൾ നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വാട്സാപ്പിൽ വെച്ച് ആൾക്കാർക്ക് അവിടെ നിന്ന് ഡയറക്റ്റ്ലി പോകുന്ന രീതിയിലൊരു സാധനം കൊടുക്കാമെന്നാണ് ആസ് ഓഫ് നൗ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർ മീ മൈ പേജ് ഗ്രോത്ത് ആസ് ഓഫ് നൗ ഞാൻ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളിപ്പം റീസെൻ്റ്ലി ഈ പറയുന്ന പോലെ മൈ പേജ് ഹാസ് ലൈക്ക് ഇപ്പം GST രജിസ്ട്രേഷൻ ആയി. അപ്പോൾ അതുകൊണ്ട് ആൻഡ് വി ഹാവ് എ രജിസ്റ്റേർഡ് കമ്പനി നൗ, മീ ആൻഡ് വിസ്മയ ആസ് എ 2 employees. അപ്പോൾ അതുകൊണ്ട് ദിസ് ഇയർ നമ്മളൊരു ലോങ് ഫോർമാറ്റ് വീഡിയോ യൂട്യൂബിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് വിത്ത് പക്ക പ്രൊഡക്ഷൻ ലൈക്ക് പക്ക ക്യാമറ അതിനെല്ലാം വെച്ച് ഒരു പക്ക ലോങ് ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതാണ് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർ മീ. ഇപ്പോൾ പുതുതായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന ഒരു യങ് കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ യങ് ആസ്പയറൻസ് ഈ ഒരു ഇതിലേക്ക്, അപ്പോൾ അവരുടെ അടുത്ത് എന്തായിരിക്കും ലൈക്ക് വാട്ട് യു വോണ്ട് ടു സേ? ഒന്നാമത്തെ കാര്യം ഇപ്പം നേരത്തെ അനുശ്രീ പറഞ്ഞതുപോലെ ഇത് ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ദ ചാം. ഇത് ചാമിന് വേണ്ടി നിങ്ങൾ ആരും ഇങ്ങോട്ട് വരരുത്. അതായത് യു ആർ ലൈക്ക് കയറി കഴിഞ്ഞാൽ പൈസ കിട്ടും, ഇതിനകത്ത് പൈസ എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതിനകത്ത് എല്ലാവരും ഫെയിം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ച് മാത്രം ആരും ഇത് തുടങ്ങരുത്. നിങ്ങളിപ്പം തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ഈ ഫെയിമും ഈ സാധനങ്ങളും ഇതിൻ്റെ ചെറിയൊരു ഭാഗമാണ് എന്ന് മാത്രം ആലോചിക്കുക. ഇറ്റ് ഈസ് ജസ്റ്റ് എ സ്മോൾ പോർഷൻ. ബാക്കി ഇതിനകത്ത് നമുക്ക് പക്ക കാലണ്ടർ വെച്ച് സ്കെഡ്യൂൾ വെച്ച് ഡെയിലി നമുക്ക് കോണ്ടൻറ്റ് കൊടുക്കാൻ പറ്റും. നമ്മളിതിനു വേണ്ടി വർക്ക് ചെയ്യാൻ റെഡിയാണ്. നമുക്കിതിനുള്ളിൽ ഒരുപാട് ബാക്ക്ലാഷ് വരും, അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ റെഡിയാണ്. നമ്മുടെ കണ്ടൻറ്റ്സ് പെർഫോം ചെയ്യില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വീഡിയോസ് ഇട്ട് എത്ര നാളായി വീഡിയോ ഇടുന്നു, ഒന്നും പെർഫോം ചെയ്യുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കാനാണെങ്കിൽ ഇത് പെർഫോം ചെയ്യില്ല, ഇത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. കാരണം നമ്മുടെ മനസ്സിൽ അത് മാത്രമേ കയറാൻ പോകുന്നുള്ളൂ. വി നീഡ് ടു കീപ് പുഷിങ്. അപ്പം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഫെയിലിയർ ആണ്. അതാണ് മെയിൻ സാധനം എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അത് എക്സ്പെക്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി. കയറി കഴിഞ്ഞിട്ട് നോക്ക് ആ ക്രിയേറ്റർ എന്തോരം പൈസ ഉണ്ടാക്കുക, എനിക്ക് പൈസയൊന്നും വരുന്നില്ലല്ലോ, അയാൾ എന്തോരം ഉണ്ടാക്കുക, എനിക്കിതൊന്നും വരുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ആവില്ല. അങ്ങനത്തെ ഒരുപാട് പേര് എനിക്കറിയാം. അങ്ങനെ പേഴ്സണലി എന്നോട് ചോദിച്ച് പേജ് തുടങ്ങി ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയോ, എനിക്കിപ്പോഴും പറ്റുന്നില്ലല്ലോ എന്നും ചോദിച്ച് വളർന്ന് അത് നിർത്തിയിട്ട് പോയ ഒരുപാട് പേര് എനിക്കറിയാം. ആ പേജ് സെല്ല് ചെയ്ത് ഒരുപാട് പേര് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആലോചിച്ച് വരാതിരിക്കുക. യു കം ഹിയർ,
യു ബി റെഡി ടു വർക്ക്. അല്ലെങ്കിൽ ഇതൊരു സൈഡ് ഗിഗ് ആയിട്ട് കാണുക, എനിക്ക് വേറൊരു സംഭവം ഉണ്ട്, പിന്നെ പേജ് സൈഡിൽ കൂടെ പൊക്കോളും എന്ന രീതിയിൽ ആലോചിച്ച് വരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഇഫ് യു ആർ പ്ലാനിങ് ടു ടേൺ യുവർ സെൽഫ് ഇൻ ടു എ കംപ്ലീറ്റ് ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്റർ, യു ഷുഡ് ബി റെഡി ടു വർക്ക്. അത്രയ്ക്ക് ഹാർഡ്ഷിപ്പ് വരും, ചാലഞ്ചസ് ആയിരിക്കും കൂടുതൽ വരിക. അത് വെച്ച് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് മേക്ക് ഔട്ട് ചെയ്ത് മുമ്പോട്ട് പോകാം. അതല്ലെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹാർഡ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗോകുൽ. അതിന് മുന്നേ വാട്ട് ഈസ് ദ വൺ ഫിനാൻഷ്യൽ അഡ്വൈസ് യു ക്യാൻ ഗിവ് മീ ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ഹു ഈസ് ഏർണിംഗ് മണി എന്താ പറയുക ഫ്രീലാൻസ് ആയിട്ട്? വാട്ട് ഈസ് ദ വൺ അഡ്വൈസ് യു ക്യാൻ ഗിവ് മീ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നോർമലി ഒരു ടൈം ഉണ്ടാവില്ലല്ലോ മാനേജ് ചെയ്യാനായിട്ട് ഉള്ളൊരു ടൈം ഉണ്ടാവില്ല. സോ ഇറ്റ്സ് ബെറ്റർ യു ഗോ ഫോർ ലൈക്ക് SIP പോലുള്ള ഇത്, സോ ദാറ്റ് നമ്മൾക്കതിന് വേണ്ടി വർക്ക് ചെയ്യേണ്ട ആവശ്യവുമില്ല. എന്നാൽ ദർ ഇസ് നമ്മുടെ പൈസ ഇസ് കോൺസ്റ്റൻ്റ്ലി വർക്കിംഗ്. കാരണം ഇപ്പം മാർക്കറ്റ് ഏത് ഇതിൽ ഫ്ലക്ച്വേറ്റ് ചെയ്താലും SIP എന്ന് പറയുമ്പോൾ എല്ലാ മന്തും നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് നമുക്ക് അവിടെ ഒരു ബാലൻസ് ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് വലിയൊരു ഒരു ഫോൾ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു SIP പോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സിൽ ചെയ്യുക. പിന്നെ ബൾക്കായിട്ട് എപ്പോഴെങ്കിലും ഫണ്ട് വരുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെറ്റിലൊക്കെ ഇത് ചെയ്യുക. അപ്പം അത് ഡെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി നമ്മൾ ഡെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിക്സഡ് ഇൻട്രസ്റ്റ് തരുന്നതാണ്. ഒരു ഇതിനെ എല്ലാത്തിനെയും നമുക്ക് ഡെറ്റ് എന്ന് പറയാം. അപ്പോൾ ഫിക്സഡ് ഇൻട്രസ്റ്റ് തരുന്ന ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മൾക്കിപ്പോൾ കൂടുതൽ നമ്മൾ അറിയുന്നത് FD ആണ്. നമ്മൾ ഫിക്സഡ് ഇൻട്രസ്റ്റ് തരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് എല്ലാവർക്കും അറിയുന്നത്. പക്ഷെ ഒരുപാട് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതിലും കൂടുതൽ റിട്ടേൺസ് തരുന്നത് ഇപ്പോൾ NCD പോലുള്ള നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഈ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഉണ്ട്. നമുക്ക് ഇൻട്രസ്റ്റ് തരുന്ന 10ന് മുകളിൽ ഇൻട്രസ്റ്റ് തരുന്ന ഇതുണ്ട്. അപ്പോൾ അതുപോലുള്ള ഇതിൽ ചൂസ് ചെയ്ത് നോക്കി നല്ല കമ്പനീസിനെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. Thank you so much for your advice and then for having me in this show. I'm so happy that I got to do something different ആയിട്ടുള്ള സാധനം ചെയ്യാൻ പറ്റിയതിലും. It was so nice meeting you. Okay, thank you so